ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പെയിൻ ഫ്രീ ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തെർമോക്കോൾസ് ആണ്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള തെർമോക്കോൾസ് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫെവിക്കോള് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഓരോ തെർമോക്കോൾ ബോൾസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ബോൾസുകൾ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഒരേ രീതിക്ക് ഒട്ടിച്ചു കൊടുക്കരുത്. ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ബോൾസുകൾ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നമ്മുടെ തെർമോക്കോൾ ബോൾസ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള മുത്തുകൾ തെർമോക്കോൾ വെച്ച് ചെയ്താലും നല്ല ഭംഗിയാണ്, മുത്തുകൾ വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റൗണ്ട് ഫുള്ള് ഒന്ന് ഫില്ല് ചെയ്തിട്ട് തെർമോക്കോൾസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഹാർട്ടിൻ്റെ ഷേപ്പിൽ ചെയ്യാം, സ്ക്വയറിൻ്റെ ഷേപ്പിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനുള്ളിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ തെർമോക്കോൾ ബോൾസ് എല്ലാം ഒന്ന് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒട്ടിക്കുമ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ളൊരു നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ സർക്കിൾസ് വരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തെർമോക്കോൾസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ ഫുള്ള് വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പല കളേഴ്സിലുള്ള തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ ചെയ്താലും ഫിനിഷിംഗ് ലുക്ക് ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നമ്മുടെ തെർമോക്കോൾ ബോൾസ് ചെറുതും വലുതുമായിട്ടുള്ളത് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുട്ടത്തോട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം നമ്മുടെ ബോട്ടിൽ ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നന്നായിട്ടൊന്ന് എറിച്ച് നിൽക്കും. അപ്പോൾ നിങ്ങൾ മുട്ടത്തോട് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ചു എന്ന് വന്നൊരു കുട്ടി പെയിൻ്റ് ഇല്ലാത്തൊരു ബോട്ടിലാട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിലാട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ബോട്ടിലാട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു സൈഡ് ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഞാൻ ഈ ബോട്ടിലാട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. നമ്മുടെ ഹൈഡ്രേഞ്ച ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെറിയതും വലുതുമായ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് ഹൈഡ്രേഞ്ച ഫ്ലവേഴ്സൊക്കെ ഇതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഹൈഡ്രേഞ്ച ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് പ്രയാസമുള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. പക്ഷേ ഇത്രയും ചെറുതായിട്ടല്ല, ഇത്തിരി നല്ല വലുപ്പത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടൊന്ന് നോക്ക്. ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും ഞാൻ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് ഒരു ഹൈഡ്രേഞ്ചിയയുടെ ബോട്ടിലായിട്ട് എന്തായാലും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പക്ഷെ അത് പെയിൻറ്റ് അടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ വൈറ്റ് കളറിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഹൈഡ്രേഞ്ചിയ ഫ്ലവേഴ്സിന് കളറുള്ളതായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളൊന്ന് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ തന്നെ. അങ്ങനെ ഇതാ നമ്മൾ ഫ്രണ്ട് സൈഡ് ഫുള്ള് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വാർണിഷ് അടിച്ചു കൊടുക്കണമെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ വാർണിഷ് അടിച്ചു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട്. കാരണം നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻ്റൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.